വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ച് ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി. അപ്പോസ്തല പ്രവൃത്തികൾ ആണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിച്ച കാര്യം കർത്താവായ യേശു ക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചും തെളിയിച്ചും കൊടുത്തു. കേട്ട് വിശ്വസിക്കേണ്ടവർ കേട്ട് വിശ്വസിക്കുവാൻ, കണ്ടു വിശ്വസിക്കേണ്ടവർ കണ്ടു വിശ്വസിക്കുവാൻ, അല്ല ഇനി തൊട്ടു നോക്കി വിശ്വസിക്കേണ്ടവർക്ക് തൻ്റെ ആണിപ്പാടുള്ള ആ കരങ്ങളിൽ തൊട്ടു വിശ്വസിക്കുവാൻ, തൻ്റെ വിലാപ്പുറത്ത് തൊട്ടു നോക്കി വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവസരം നൽകി. അങ്ങനെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തു. മാത്രമല്ല, അവർ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കണമെന്നും കർത്താവ് പറയുകയുണ്ടായി. ആ ഏറിയ നാള് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10ാമത്തെ ദിവസമായ പെന്തക്കോസ്ത് നാളിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഈ പഠനം ഒന്നിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് ചോദിക്കണം. നമുക്കത് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു വേദഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിന് ആധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപം നിർത്തുന്നോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യം, പെന്തക്കോസ്ത് നാൾ വരെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചിട്ടില്ല. കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ പിതാവിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു നൽകും. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് അവരുടെ മേൽ ഊതി അവർക്കത് ലഭിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു അവർക്ക് പരിശുദ്ധാത്മാവിനെ ഓൾറെഡി നൽകി. ഇപ്പോൾ ഇതാ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതിന് കാത്തിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു വൈരുദ്ധ്യം, ഇതിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാവാം. എന്താണെന്ന് നമുക്ക് സംശയം തോന്നാം. ഇതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് രണ്ട് സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത്. അതിന്റെ ആ പ്രവർത്തന മേഖലയിലുള്ള വ്യത്യാസമാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശേഷിച്ചാല് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമ്മൾ 22-ൽ വായിച്ചതിന്റെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അതിന്റെ ആദ്യം തൊട്ട് 19-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ആഴ്ചപ്പെട്ടത്തിന്റെ 1-ാം നാൾ എന്ന് തുടങ്ങി അത് നമ്മൾ വായിച്ചു വരുമ്പോൾ, അതായത് യഹൂദന്മാരെ പേടിച്ച് ഭവനത്തിൽ കയറി വാതിൽ അടച്ചു കഴിയുന്ന ശിഷ്യന്മാരാണ്. പേടിച്ച് വിറച്ച്, നമുക്കറിയാം നമ്മുടെ ഉള്ളില് ഭീതിയും ഭയവും ഒക്കെ വരുമ്പോൾ നമ്മുടെ ശക്തി അങ്ങ് ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ശിഷ്യന്മാർ. അവരാകെപ്പാടെ പേടിച്ച് വിറച്ച്, യഹൂദന്മാരെ പേടിച്ച് ഭവനത്തിൽ വാതിലടച്ച് ഇരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് അവരെ ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ അവിടെ അവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞ് കർത്താവ് അവരുടെ മേൽ ഊതുന്നത് അവർക്കൊരു ശക്തി ലഭിക്കുവാൻ, അവർക്കൊരു പുതുജീവൻ ലഭിക്കുവാൻ, തളർന്നു പോയ, ഭയപ്പെട്ടു പോയ, സർവ്വ ഊർജവും തേജസ്സും നഷ്ടപ്പെട്ടു പോയവർക്കൊരു ശക്തി ലഭിക്കുവാൻ വേണ്ടിയാണ്. ശക്തി ഇല്ലാതിരിക്കുന്ന ഒന്നിന് പുതുജീവൻ നൽകുവാൻ വേണ്ടിയുള്ള അവസരമാണ്
കർത്താവ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ നമ്മൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, അതായത് ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പൊ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമ്മളിവിടെ കാണും. പിന്നെ നമ്മൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ എസെക്കിയേൽ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരണം. എസെക്കിയേലിന്റെ പുസ്തകം അതിന്റെ 37-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ശ്വാസമേ നിഹിതന്മാരുടെ മേൽ ഊതുക, അവർ ജീവിച്ചിരിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് അവിടെ അസ്ഥികൂടങ്ങൾ, ശവക്കല്ലറയിൽ നിന്ന് ശവക്കല്ലറ തുറന്ന് അസ്ഥികൂടങ്ങളെ കൊണ്ടുവന്നിട്ട് അവരുടെ മേൽ ഊതുമ്പോൾ ആ അസ്ഥികൾ കൂടിച്ചേർന്ന് അത് ആ അസ്ഥിയുടെ മേൽ മാംസവും തൊക്കുമൊക്കെ വെച്ച് അവർ വലിയൊരു സൈന്യമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ 3 ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വാക്കാണ്, ഊതുക. എംബസ്വോ എന്ന ഗ്രീക്ക് വാക്കാണ് മൂലഭാഷയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 ഭാഗങ്ങളിലും ഒരേ വാക്കാണ്. അതായത് ഒരു പുതുജീവൻ നൽകുവാൻ, ഒരു ശക്തി നൽകുവാൻ, തളർന്നിരിക്കുന്ന ബലഹീനരായിരിക്കുന്നവർക്ക് ഒരു ശക്തി നൽകുവാൻ അവിടെ ആ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക ചെയ്യുന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം പോലെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് പറഞ്ഞ കാര്യം അത് എന്നേക്കുമായിട്ട് സ്ഥിരമായിട്ട് കൃപായുഗത്തിന്റെ അവസാനം വരെ എന്നേക്കും ഇരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അതിനെ നൽകിയത്. അതായത് സഭയുടെ സ്ഥാപനത്തിന് വേണ്ടി, സുവിശേഷവൽക്കരണത്തിനുള്ള ശക്തിക്ക് വേണ്ടി. ആ നിലയിലാണ് എന്നേക്കുമായി നമ്മോട് കൂടെ ഇരിക്കുന്ന വിശ്വസിക്കുന്ന ഏത് വ്യക്തികളുടെയും മേൽ എന്നേക്കും അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് ആ വാക്ക് അവിടെ നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ രണ്ടും ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആണെങ്കിലും രണ്ടും ഉപയോഗിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലെ വ്യത്യാസമാണ്. അല്ലാതെ വചനത്തിൽ വൈരുദ്ധ്യതയില്ല. അവിടെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പെന്തക്കോസ്ത് നാളിൽ കാത്തിരിക്കുക എന്ന് പറയുന്നതല്ല. അത് ഉപയോഗിച്ചിരിക്കുന്ന 2 സന്ദർഭങ്ങൾ രണ്ട് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമുക്കിന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലെ 1-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. 6 തൊട്ട് 11 വരെയുള്ള. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അതെ, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയും അവരോട് കൂടെ നടന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോഴും അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, ഇസ്രയേലിന് നീ രാജ്യം യഥാസ്ഥാനത്താക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. നീ എപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ സ്ഥാപിച്ചു തരുന്നത്? അപ്പോൾ അവര് ഇപ്പോഴും ആഗ്രഹിച്ച കാര്യം, അവരുടേതായ ഒരു രാജ്യം വന്ന് കർത്താവ് യഹൂദന്മാർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കും എന്നാണ് അവർ വിചാരിച്ചത്. അതിനവരെ അങ്ങനെ ചോദിപ്പിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു കർത്താവ് പറഞ്ഞതുപോലെ മരിച്ചു, കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെണീറ്റു. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി. മാത്രമല്ല, ഉയർത്തെണീറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ധൈര്യപ്പെടുത്തി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇസ്രയേലിന്റെ മെസ്സിഹ ഇവൻ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. അപ്പൊ അതുകൊണ്ട് അവർ ചോദിക്കുകയാണ്, കർത്താവ് നീ മെസ്സിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, എന്നാൽ പിന്നെ ഈ രാജ്യസ്ഥാപനം കൂടി ഒന്ന് പെട്ടെന്നാക്കുവാണെങ്കിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം കൂടി ഒന്ന് കിട്ടുവാണെങ്കിൽ അതെന്നാണ് നീ സ്ഥാപിച്ചു തരുന്നത് എന്നുള്ളതാണ് കർത്താവിനോട് അവർ ചോദിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
റോമക്കാർ ചോദിക്കുവാനുള്ള കാരണത്തിന്റെ ഒരു വസ്തുത, റോമക്കാരാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ വെറുത്തിരുന്ന റോമക്കാരുടെ ഭരണത്തിന് കീഴിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ആ വാഞ്ചിയിൽ നിന്നുമാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, എന്നാണ് ഞങ്ങൾക്ക് ഈ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ നീ സ്ഥാപിച്ചു തരുന്നത് എന്ന് അവർ ചോദിക്കും. അവർ വളരെ നാളായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. തങ്ങളുടെ രാജ്യം എന്നാ സ്ഥാപിക്കുന്നതെന്ന് ആ ചോദ്യം അവര് കർത്താവിനോട് ചോദിക്കുകയാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവരുടെ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സ്ഥാപിച്ചു കൊടുക്കുമെന്നാണ് അവര് കഴിഞ്ഞത്. എന്നാൽ കർത്താവ് അവർക്ക് നൽകിയ മറുപടി, നിങ്ങളുടെ രാജ്യസ്ഥാപനമല്ല ഇപ്പോൾ എൻ്റെ ലക്ഷ്യമെന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള മറുപടിയാണ് കർത്താവ് അവർക്ക് നൽകുന്നത്. അതായത് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് അനേക തവണ അവരോട് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടും അത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. കർത്താവിനോട് പറയുന്ന കാര്യം, ഇപ്പോൾ നടക്കേണ്ട കാര്യം അത് രാജ്യസ്ഥാപനമല്ല, അത് സഭയുടെ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ള ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു അവർക്ക് നൽകുന്നത്. മാത്രമല്ല, നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ കുറിച്ച് അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ പ്രത്യേക സമയം, അതായത് ദാവീദിന്റെ സിംഹാസനം, ആ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഭൂമിയെ ഭരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ദാവീദിന്റെ സിംഹാസനം ദൈവം സ്ഥിരമാക്കുന്ന ആ കാര്യം ഒരു പ്രത്യേക സമയത്ത് നടക്കേണ്ടതാണെന്നും അതിപ്പോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്ന് കർത്താവ് പറയുകയാണ്. ഞാനും പിതാവും ഒന്നാണ്, പക്ഷേ ഈ വിഷയം അതിനുത്തരം കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് തയ്യാറാകുന്നില്ല എന്ന് നാം കാണുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ് അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വിഷയം, ഇപ്പോഴത്തെ പ്രധാന വിഷയം അത് പരിശുദ്ധാത്മാവിന്റെ വരവാണ്, അത് സഭയുടെ സ്ഥാപനമാണ്, അതിന് നിങ്ങൾ തയ്യാറാകുക എന്ന് പറഞ്ഞ 8-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു അല്ലെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നമ്മൾ വായിച്ചത് അങ്ങനെയാണല്ലോ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും സമരയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുവിശേഷ ദൗത്യത്തിന് അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിന് ഒരു ഓർഡറുണ്ട്. ആ ഓർഡറാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. അത് ഒന്നാമത്തെ എന്താണ്? ആദ്യം യെരുശലേമാണ്. യെരുശലേം കഴിഞ്ഞാൽ യഹൂദിയിലും സമരിയിലും എന്ന് നമ്മൾ കാണുന്നു. പിന്നീടാണ് ലോകത്തിന്റെ അറ്റത്തോളം. അപ്പോൾ സുവിശേഷവൽക്കരണത്തിന് ഒരു ഓർഡറുണ്ട്. അതായത് യെരുശലേം എന്ന് പറയുന്നത് നമ്മുടെ ഭവനം, നമ്മുടെ താമസ സ്ഥലം, നമ്മുടെ തൊട്ട് അടുത്തുള്ള ഏരിയകൾ. അപ്പൊ സുവിശേഷവൽക്കരണം തുടങ്ങേണ്ടത് ആദ്യം അങ്ങനെയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നു യഹൂദിയെ കാണുന്നു, അതായത് നമ്മുടെ ബന്ധുക്കാർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മോട് അടുത്ത് നിൽക്കുന്ന വ്യക്തി. പിന്നീടാണ് സമരിയ കാണുന്നത്, അതായത് നമ്മളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സുഹൃത്ത് വലയത്തിലുള്ള തൊട്ടയൽപക്കത്തുള്ളവർ. പിന്നീടാണ് നമ്മൾ കാണുന്നത് ഭൂമിയുടെ അറ്റത്തോളം, അതായത് നമ്മൾ അറിയാത്ത അന്യദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു പ്രവർത്തനം. അപ്പം അതിന്റെ ഒരു സുവിശേഷവൽക്കരണത്തിന്റെ ഓർഡറിനെ കർത്താവ് പറയുന്നത് ആദ്യം യെരുശലേമിൽ നിന്ന് തുടങ്ങണം, അത് കഴിഞ്ഞ് നിന്റെ അടുത്ത ചാർച്ചക്കാര്, ബന്ധുക്കള്, അങ്ങനെ തുടങ്ങി. അപ്പൊ ആ സുവിശേഷത്തിന്റെ സ്കോപ്പ് അത് നമ്മുടെ ഭവനത്തിൽ തുടങ്ങി, നമ്മുടെ അയൽപക്കത്ത് തുടങ്ങി, ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ള ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ. അപ്പൊ സുവിശേഷവൽക്കരണത്തിന് ഒരു ശക്തി ആവശ്യം. ആ ശക്തി നമുക്കും സഭകൾക്കും വ്യക്തികൾക്കും എല്ലാം നൽകുന്നത് അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായ അത് ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പൊ ഈ ശക്തി ഓരോരുത്തർക്കും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കർത്താവ് പറയാം, അത് പറഞ്ഞിട്ട് അവർ കാണെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് നാം കാണുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഒരു ഒരു വസ്ത്രത്തിൽ അല്ലെ, ഒരു കീറ്റ് ശീലയിൽ പൊതിഞ്ഞവനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു നമ്മൾ കാണുന്നത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ കർത്താവിനെ കിടത്തുന്നത് നമ്മൾ കാണും.
എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ മേഘം അവനെ പൊതിഞ്ഞു എന്ന് നാം കാണും. മേഘം എന്നുള്ളത് അത് ദൈവിക തേജസ്സിന്റെ പ്രതീകമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരത്തെ അതിന് മുകളിൽ അതിനെ നിറച്ചിരുന്നത് ദൈവിക തേജസ്സായ ശക്തിയാതെ ദൈവത്തിന്റെ തേജസ് മേഘമായിട്ട് അതിനെ മൂടിയിരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ തേജസ് മൂടുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ, ന്യൂട്ടൺ ലോയിനെ അതിജീവിച്ചുകൊണ്ട് കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുവാൻ തക്കവണ്ണം അവൻ മഹത്വീകരിക്കപ്പെട്ടവനായി തേജസ്സും ശക്തിയുള്ളവനായിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ, അതായത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്റെ അടുത്തുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണമേ. അപ്പോ അങ്ങനെ മഹത്വീകരിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത്, അതായത് ഗുരുത്വാകർഷണ ബലത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം അതിന്റെ 10-11 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വർഗാരോഹണം ചെയ്തു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തിൽ കുറ്റി നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ഈ യേശു പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അത് സാക്ഷീകരിക്കുവാൻ 2 സാക്ഷികൾ, 2 ദൂതന്മാരെ സ്വർഗത്തിലെ ദൈവം നൽകിയ അത് ഉറപ്പ് നൽകുകയാണ്. അവർ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അവൻ എങ്ങനെയാണ് പോയത്? അവൻ എവിടെ നിന്നാണ് പോയത്? അവൻ പോയത് ഒലൂമലയിൽ നിന്നാണ്. അപ്പൊ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്നാണ് പറയുന്നത്. അവൻ ഒലൂമലയിലേക്ക് തന്നെ മടങ്ങി വരും. സഖറിയ പ്രവചനം നമുക്കൊന്ന് വായിക്കാമോ? സഖറിയാവിന്റെ പ്രവചനം 14-4 വാക്യം ഒന്ന് എടുക്കാമോ? എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനെ, ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. സഖറിയ 14-4 പറഞ്ഞത്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അതെ, അത് താങ്ക് യു. അത് തന്നെ, അതായത് അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് പിളർന്നു പോകുമെന്ന് സഖറിയ പ്രവചനം പറയുകയാണ്. അതായത് ഒലിവുമലയിൽ നിന്ന് കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിലേക്ക് തന്നെ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ അവൻ പോയെടുത്ത് തന്നെ തിരിച്ചു വരും. അവൻ എങ്ങനെയാണ് പോയത്? അതായത് കാണപ്പെട്ടവനായി ദൃശ്യരൂപത്തിലാണ് പോയത്, അല്ലെ? നമുക്ക് കാണാവുന്ന മായാവിയായിട്ടല്ല പോയത്. അവൻ ഉയർന്നു പൊങ്ങിയപ്പോൾ നമുക്ക് കാണാവുന്ന നിലയിലാണ് പോയത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കാണപ്പെട്ടവനായി. മത്തായി സുവിശേഷം 24:30 വായിക്കണമെന്നില്ല. ദൃശ്യരൂപത്തിലാണ് കർത്താവ് സ്വർഗാരോപണം ചെയ്തത്. ആ ദൃശ്യരൂപത്തിൽ മടങ്ങി വരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, മേഘാരൂഢനായിട്ടാണ് കർത്താവ് കയറിപ്പോയത്. വെളിപാട് പുസ്തകം നമുക്കൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകം റെവലേഷൻ 1:7 ഒന്ന് വായിക്കാമോ? അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണു അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. മതി. നോക്കുക, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മേഘം മൂടിയിട്ട് മേഘത്തിലാ മറിഞ്ഞാണ് കർത്താവായ യേശു ക്രിസ്തു പോയത്. അപ്പോൾ പറയാം, അവൻ മേഘാരൂഢനായിട്ട് വരും, ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിക്കളിച്ചവരൊക്കെയും അവനെ കാണും. അപ്പം അവനെ ഒലൂമലയിൽ നിന്നാണ് പോയത്, ഒലൂമലയിലേക്ക് മടങ്ങി വരും. അവൻ ദൃശ്യരൂപത്തിലാണ് പോയത്, ദൃശ്യമായിട്ട് എല്ലാവരും കാണുന്ന നിലയിൽ തന്നെ മടങ്ങി വരും. അവൻ മേഘാരൂഢനായിട്ടാണ് പോയത്, അതുപോലെ തന്നെ മേഘാരൂഢനായിട്ട് അവൻ മടങ്ങി വരും. മാത്രമല്ല, മഹത്വാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 24:30 വായിക്കാം. നമ്മളിവിടെ കാണുന്നത് മഹത്വത്തോടും ശക്തി. പറഞ്ഞു വായിച്ചോ. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും,
അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. മഹാശക്തിയോടും തേജസ്സോടും കൂടി മടങ്ങി വരുന്നത് കാണും. അങ്ങനെ ഒലിവിൽ നിന്ന് പോയ ദൈവം അവിടെ തന്നെ മടങ്ങി വരും. കർത്താവ് അവിടെ തന്നെ മടങ്ങി വരും. തേജസ്സോടെ, ശക്തിയോടെ, ദൃശ്യരൂപത്തിൽ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരും കാണുന്ന നിലയിൽ തന്നെ മടങ്ങി വരും എന്ന് പറയുകയാണ്. അപ്പോ കർത്താവ് വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാക്കുകളാണ് രണ്ട് ദൂതന്മാർ നമുക്ക് ഉറപ്പ് നൽകുന്നത്. അതെ, കർത്താവ് സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു അങ്ങനെ തന്നെ മടങ്ങി വരും. നമ്മൾ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് തുടർന്നുള്ള ശബത്ത് ദിവസവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ കാര്യങ്ങളുമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് കർത്താവ് അവരോട് പറഞ്ഞു, അവർ വായിക്കുന്ന അവർ യെരുശലേമിൽ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവില വിട്ട് യെരുശലേമിലേക്ക് മടങ്ങി പോകുന്നു എന്ന് നമ്മൾ കാണുക. അതായത് ഒരു ശബത്ത് ദിവസം എന്ന് പറയുന്നത് 3/4 മൈലാണ്, 1 മൈലിന് താഴെ. ഒരു യഹൂദനെ സംബന്ധിച്ചോളം ഒരു ശബത്ത് ദിവസത്തിൽ അവന് പരമാവധി യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള ദൂരം എന്ന് പറയുന്നത് 3/4 മൈലാണ്. അവൻ ശബത്ത് ദിവസത്തെ അലക്ഷ്യമാക്കി കളയുവാൻ അവന് ദൂരം വിട്ട് അവർ മടങ്ങി വന്ന് യെരുശലേമിലേക്ക് മടങ്ങി വരുന്നു എന്ന് നാം പറയുന്നതായിട്ട് നാം കാണുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് വീണ്ടും അപ്പോസ്തലന്മാരുടെ പേരുകൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഇസ്കറിയോത്ത് യൂദായുടെ പേര് അവിടെ കാണുന്നില്ല എന്ന് നാം കാണുകയാണ്. മാത്രമല്ല അവിടെ നമ്മൾ തുടർന്ന് അവർ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, അവർ ഒരുമനപ്പെട്ട്, അതിന്റെ 14 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അവർ ഒരുമനപ്പെട്ട് അവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് നാം കാണുകയാണ്. പ്രിയമുള്ളവരെ, ഒരുമനപ്പെട്ട എന്ന വാക്ക് നമുക്ക് ഈ പുസ്തകത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഒരുമനയാണ്. ഒരുമനപ്പെട്ട് ഏത് കാര്യവും ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടെ ചെയ്യുമ്പോൾ അത് വിജയത്തിലേക്ക് നീങ്ങുവാനായിട്ട് കാരണമാകും. നമ്മൾ വായിച്ചത് അവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു വന്നു എന്ന് നാം കാണും. അപ്പോൾ ഈ മാളിക മുറിയിൽ കൂടി വന്നവരിൽ കർത്താവിന്റെ അപ്പോസ്തലന്മാരുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാരുണ്ട്, മാത്രമല്ല കർത്താവിന്റെ അർത്ഥ സഹോദരന്മാരും കർത്താവിന്റെ അമ്മയായ മറിയും ഉണ്ടായിരുന്നു എന്ന് നാം കാണും. കർത്താവിന്റെ അമ്മയായ മറിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഇവിടെയാണ്. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പ്രാർത്ഥിക്കാൻ കൂടി വന്നവരിൽ കർത്താവിന്റെ മാതാവായ മറിയും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശിഷ്യന്മാർ, ഇവിടെ അപ്പോസ്തലന്മാർ മറിയോട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല, മറിയും ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. മറിയോട് പ്രാർത്ഥിക്കുന്ന, മറിയെ ആരാധിക്കുന്ന, മറിയെ ദൈവമാതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ ഒരിടത്തും മറിയോട് പ്രാർത്ഥിക്കുന്നതായിട്ടോ മറിയെ ആരാധിക്കുന്നതായിട്ടോ കാണുന്നില്ല. മറിയും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും അവർ ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, മറിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയിലാണ് ദൈവവചനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒരു കൈക്കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മറിയയുടെ ഉദരത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം അവന് പ്രസാദമായി. എന്നാൽ മറിയെ ഒരിക്കലും ദൈവമാതാവ് എന്ന് ദൈവവചനത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. നാം മനസ്സിലാക്കണം, യേശുവിന്റെ അമ്മ എന്ന നിലയിലാണ് പരിചയപ്പെടുത്തുന്നത്. യേശു എന്നുള്ളത് ജഡാവതാരം എടുത്ത കർത്താവിന്റെ പേരാണ്, ദൈവമാതാവല്ല. ദൈവത്തിന് നമുക്കറിയാം, ദൈവത്തിന് മാതാവില്ല, പിതാവില്ല, അവൻ നിത്യനാണ്, അവൻ അനന്യനാണ്. അപ്പൊ ആ നിലയിൽ മറിയെ ദൈവമാതായി ആരാധിക്കുന്ന, മറിയോട് പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് തീർച്ചയായും വചനത്തിന് വിരുദ്ധമായ കാര്യമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം ദൈവത്തിന് പിതാവോ ദൈവത്തിന് മാതാവോ ഇല്ല, അവൻ എന്നേക്കും നിത്യനും അനന്യനുമാണ് എന്ന് നാം ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വിദ്വാൻമാരുടെ ചരിത്രം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അവർ കിഴക്ക് നിന്ന് വിദ്വാൻമാര് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള അത്ഭുത നക്ഷത്രത്തെ കണ്ട് അവർ കടന്നു വന്നപ്പോൾ അവർ വീണ് നമസ്കരിച്ചത് മറിയയല്ല, അവർ അവനെ വീണ് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്.
നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് കുന്തിരിക്കവും ഊരുമ്പോൾ അവർ കാഴ്ചവെക്കുന്നത് അവന് കാഴ്ചവെച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ വിദ്വാൻമാര് ജ്ഞാനികളായിരുന്നു. ജ്ഞാനമുള്ളവർ വചനത്തിൽ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു നിലയിലും ദൈവം മാതാവ് എന്ന നിലയിലല്ല, മറിയ ബഹുമാനം അർഹിക്കുന്ന സ്ത്രീയാണ്. തീർച്ചയായും അത് യേശുവിന്റെ അമ്മയാണ്. എന്നാൽ ദൈവമാതാവ് എന്നുള്ള പദവി അത് ഉചിതമല്ല എന്ന് നാം ഓർത്തിരിക്കുക. മാത്രമല്ല, മറിയോട് പേരിനോട് ചേർന്നിട്ട് തുറന്നു വരുന്നത് എന്താണ്? അവന്റെ സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് യോസഫ്, മറിയയിൽ മറ്റ് സഹോദരന്മാരുണ്ടായി, സഹോദരങ്ങളുണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് പറയുന്നത് മറിയ നിത്യ കന്യകയായിരുന്നെന്നും അമലോത്ഭവമാണെന്നുള്ള കത്തോലിക്ക സഭയുടെ പഠിപ്പീരും അതിന്റെ ആ വിശ്വാസവും തെറ്റാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിന് 2:20, 24, 25 വാക്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കാര്യം വരിക വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷത്തിന് 13-ാം അധ്യായം 53 വരെ 56 വരെയുള്ള കാര്യങ്ങളിൽ അവർ തന്നെ ചോദിക്കുന്നു, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ സഹോദരന്മാർ ഇന്ന ആൾക്കാരല്ലയോ എന്ന് അവർ തന്നെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മറിയ നിത്യ കന്യകയായിരുന്നെന്നും ദൈവമാതാവായിരുന്നെന്നും എന്നുള്ള പഠിപ്പീരും പഠനവും വചനവിരുദ്ധമാണ്. അത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ മറിയോട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല ശിഷ്യന്മാർ ചെയ്തത്, മറിയോട് അപേക്ഷിക്കുകയായിരുന്നില്ല അപ്പോസ്തലന്മാർ ചെയ്തത്. മറിയും ഒന്നിച്ച് അവർ ഒരുമനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി അവർ അവിടെ കാത്തിരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് മറ്റ് സഹോദരങ്ങളോട് സംസാരിക്കുന്ന വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് യൂദ കർത്താവിനെ തള്ളിപ്പറയുന്ന കാര്യവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും തിരുവചനത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പത്രോസ് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നതായിട്ട് നാം കാണുന്നു. നമുക്കറിയാം, പത്രോസും കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതാണ്. എന്നാൽ പത്രോസ് അനുതപിച്ച് കടന്നു വന്നപ്പോൾ, അവന് മാനസാന്തരമുണ്ടായപ്പോൾ കർത്താവ് വീണ്ടും അവന് അവസരം നൽകി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, കർത്താവിന്റെ കൂടെ നടക്കുവാൻ, കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ, അല്ലെ? കർത്താവ് സകലവും ക്ഷമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ അവന് അവസരവും പദവിയും എല്ലാം കർത്താവ് നൽകി. മാത്രവുമല്ല, അവന്റെ ബുദ്ധിയെ തുറന്നപ്പോൾ തിരുവചന സത്യങ്ങളെ ഗ്രഹിച്ചറിയുവാൻ തക്കവണ്ണം പത്രോസിന് സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് പത്രോസ് കൂടെ ഉണ്ടായിരുന്ന യൂദയെക്കുറിച്ച് ദൈവവചനത്തിൽ എന്ത് പറഞ്ഞു എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രോസ് തിരിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവ് യൂദയെക്കുറിച്ച് പഴയ നിയമത്തിൽ എന്താണ് അരുളി ചെയ്തിരുന്നത് കാര്യം പത്രോസ് തിരിച്ചറിയുകയും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് നമ്മൾ വായിക്കുന്നത്. ആ പത്രോസ് അത് എഴുന്നേറ്റ് എന്ന് അവരോട് സംസാരിക്കുന്ന കാര്യം നമുക്ക് കാണുന്നത്. ആ കാലത്ത് തുടർന്ന് 120 പേരിരിക്കുന്ന സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് അങ്ങനെ തുടർന്ന് നമ്മൾ വായിക്കുന്നു, അല്ലെ? കാലങ്ങൾക്ക് മുമ്പ് യൂദയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന കാര്യം പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൽ യൂദയെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ എന്നും അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അല്ലെങ്കിൽ അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നുമുള്ള തിരുവചന സത്യങ്ങളും തിരുവചന പ്രവചനങ്ങളും സങ്കീർത്തന പുസ്തകത്തെ ആധാരമാക്കി അപ്പോസ്തലനായ പത്രോസ് അവർക്കെല്ലാവർക്കും വിവരിച്ചു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. അത് താൻ വിവരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 169-25 അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 109-8 വാക്യങ്ങൾ ഉദ്ധരിച്ചാണ്. സങ്കീർത്തനങ്ങൾ 109-8 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അതെ, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ. തിരുവഴുത്ത് തിരിച്ചറിഞ്ഞ പത്രോസ് അത് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് യൂദയെക്കുറിച്ചുള്ള പ്രവചനം പത്രോസ് അവരെ എല്ലാവരും ഓർപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ദുഃഖിക്കേണ്ട, ഇത് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കണ്ടതാണ്. ഇത് തിരുവചനത്തിൽ നേരെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വചനത്തിന് അടിസ്ഥാനമായി സംഭവിച്ച കാര്യമാണ് എന്ന് ഇവിടെ പറയുകയാണ്. മാത്രമല്ല, ഈ തുടർന്നുള്ള കാര്യം പറയുമ്പോൾ യൂദയുടെ മരണത്തെക്കുറിച്ച് ഇവിടെയും സുവിശേഷത്തിലും ഒരു വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് തോന്നാം.
ഇവിടെ നമ്മൾ 18-ാം വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവെ പിളർന്ന് അവന്റെ കൂടലെല്ലാം തുറിച്ചുപോയെന്നാണ് പറയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 27:5 നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞുവെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. പുരോഹിതന്മാർ ആ പണം അത് ഭണ്ഡാരത്തിലിടുവാൻ യോഗ്യമല്ലാത്തതിനാൽ ആ പണം എടുത്ത് കുശവന്റെ ഒരു നിലം വാങ്ങിച്ച് പരദേശികളെ കുഴിച്ചിടുവാനായിട്ട് അതൊരു സ്ഥലം വാങ്ങി അതിന് രക്തനിലം എന്ന നിലയിൽ അറിയപ്പെടുന്നു. അപ്പൊ രണ്ടിടത്തും രണ്ട് നിലയിൽ ഒരു വ്യത്യാസം നമുക്ക് തോന്നാം. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു യൂദാസ് ആ പണം കൊണ്ട് സ്ഥലം വാങ്ങിച്ചു, അവൻ കെട്ടിഞ്ഞാണ് അവൻ കുടലെല്ലാം തുറിച്ചു പോയി എന്നാണ് നമ്മൾ വായിച്ചത് വീണ്. മറ്റൊരിടത്ത് പറയുന്നു പുരോഹിതന്മാരാണ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കൊരു വ്യത്യാസം തോന്നാം. പ്രിയമുള്ളവരെ, ഇവിടെയും വ്യത്യാസത്തിന്റെ ആവശ്യമില്ല, ഇവിടെയും വൈരുദ്ധ്യമൊന്നുമില്ല. അതായത് അത് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത യൂദയുടെ നിലം എന്ന് പറയുമ്പോൾ ആ പണം അവന്റെ ആയിരുന്നു. 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത് വാങ്ങിച്ച പണമായിരുന്നു അല്ലേ? ആ പണം അവന്റെ ആയിരുന്നു. ആ പണം ഉപയോഗിച്ച് പുരോഹിതന്മാരൊരു സ്ഥലം വാങ്ങി. അത് യൂദയുടെ പണമായതുകൊണ്ട് യൂദയുടെ പണം അല്ലെ യൂദയുടെ നിലം എന്ന് തന്നെ വരികയുണ്ടായി. ആ ഒരു നിർവചനമാണ് അതിനുള്ളത്. മാത്രമല്ല സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന എന്താണ്? അവൻ കെട്ടിഞ്ഞാണ് ചത്തു എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത് എന്താണ്? അവൻ തലകീഴായി വീണു കുടൽ പിളർന്നുവെന്നാണ്. അതിലും വൈരുദ്ധ്യതയൊന്നുമില്ല. കാരണം കെട്ടിഞ്ഞാണ യൂദ കയറ് പൊട്ടിയോ അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞോ തലകീഴായി വീണ് കുടലെല്ലാം പിളർന്നു പോകും. അപ്പൊ ദൈവവചനത്തിൽ ഒരിടത്തും ഒരു വൈരുദ്ധ്യതയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്താതിരുന്ന കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലൂക്കോസ് ഇവിടെ വിവരിച്ചു. അവൻ കെട്ടിഞ്ഞാണ് അവൻ കയറ് പൊട്ടിയോ അല്ലെങ്കിൽ മരമൊടിഞ്ഞോ അവൻ വീണപ്പോൾ അവന്റെ കുടലെല്ലാം തുറിച്ചു പോയി. അങ്ങനെ പഴയ നിയമ വാക്യങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സങ്കീർത്തനത്തിൽ നിന്നെല്ലാം പറഞ്ഞുകൊണ്ട് പത്രോസ് അവരോട് പറയുകയാണ്, അവന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു പോകട്ടെ, അവന്റെ വാസസ്ഥലം ശൂന്യമാകട്ടെ, അവിടെ ആര്